പറഞ്ഞ അതാണ് മെയിനായിട്ട് പറഞ്ഞ അതാണ്. നമ്മളിപ്പോൾ ഒരു അക്കാഡമി നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും കളിക്കുന്ന കാലത്തോളം നമുക്ക് അവരോട് കൂടെ ഉണ്ടാവണം, ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവണം. ഇപ്പോൾ നിങ്ങൾക്ക് അൽഫറല്ലേ ഈ പ്രാക്ടീസ് ചെയ്യുന്നത്, നിങ്ങൾ അതൊന്നും പൈസ മേടിച്ചിട്ടാണോ പ്രാക്ടീസ് ചെയ്യുന്നത്? ഇല്ല. എത്ര പേർക്ക് ഫ്രീ ആയിട്ട് പ്രാക്ടീസ് കൊടുക്കുന്നു? എത്ര പേർക്ക് ഫ്രീ ആയിട്ട് ബൂട്ട് നമ്മളിവിടെ മാറ്റി കൊടുത്തിട്ടുണ്ട്? ഈ ബോള് എക്വിപ്മെൻറ്റൊക്കെ വാങ്ങാൻ എത്ര രൂപ ആവുമെന്നറിയാം? ഇതെല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിക്കാതെ അവിടെ ഇരിക്കുന്ന ആ കുട്ടികളൊക്കെ മാസം 1000, 1500 രൂപ കൊടുത്താൽ പ്രാക്ടീസ് ചെയ്യുന്നത്. തൊട്ടടുത്ത് ബൂട്ട് ക്യാമ്പിലാണെങ്കിലും അങ്ങനെ മാസം 1000 രൂപയാണ്. അമിക്കോസിലാണെങ്കിലും അതുപോലെയാണ്, 10-200 രൂപ മേടിക്കാൻ. നിങ്ങൾ അതിൻ്റെ പൈസ മേടിക്കുന്നുണ്ടോ? നിങ്ങൾ പൈസ കൊടുക്കാതെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് കോച്ചിങ് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഉണ്ടാവണം, കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവണം. ആരോടാണ് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാക്കേണ്ടത്? ഈ പ്രാക്ടീസ് ചെയ്യുന്ന ക്ലബിനോട് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവണം. കോച്ചസിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് വേണ്ട. കോച്ചസ് ഇന്ന് ഞാൻ വരും, നാളെ വേറെ ആൾ വരും, അടുത്ത ആഴ്ച വേറെ ആൾ വരും. പക്ഷേ ആ പ്രസ്ഥാനം എന്ന് പറയുന്നത് എപ്പോഴും ഇവിടെ ഉണ്ടാവും. അപ്പം നിങ്ങൾ കളി പഠിച്ചു കഴിഞ്ഞാൽ അൽഫറിനെതിരെയോ ഈ ക്ലബിനെതിരെയോ കളിക്കാൻ നിൽക്കരുത്. ഈ നാട്ടിലുള്ള മിക്ക കുട്ടികളും ചെയ്യുന്നത് അതാണ്. കളി പഠിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പഠിപ്പിക്കുന്ന ക്ലബിനെതിരെ കളിക്കുക. അതൊക്കെ മോശമായിട്ടുള്ള ഇതല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാം നല്ല കുട്ടികളാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് വരിക, പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ 2026 പുതിയ വർഷമാണ്. നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ വന്നാൽ നമുക്കൊരു ടൂർണമെൻറ്റൊക്കെ നടത്താം കേട്ടോ. നിങ്ങളുടെ ഓരോ ഏജ് കാറ്റഗറി അനുസരിച്ച് ടൂർണമെൻറ്റ് നടത്താം. നിങ്ങളെ പല ക്ലബ്ബുകളിലും ലീഗ് കളിപ്പിക്കാൻ വേണ്ടി റെഡിയാക്കി തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും വരുമല്ലോ. കണ്ട, ഇത് പൂജപ്പുരയിലുള്ള ഒരു ക്ലബ്ബാണ്. അവരിവിടെ വന്ന് പ്രാക്ടീസിന് എല്ലാത്തിനും വരികയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാ ദിവസവും വരുമല്ലോ.